മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. പ്രസിഡന്റായി ജബ്ബാർ ഹാജിയെയും വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ.പി. സ്മിജിയെയുമാണ് പ്രഖ്യാപിച്ചത്. വെട്ടം ആലിക്കോയ പാർലമെന്ററി പാർട്ടി ലീഡറാകും. കെ.ടി. അഷ്റഫാണ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി. ജംഷീർ കൊടുഞ്ഞിണ്ട്. ജംഷീർ, മറ്റു വിശദാംശങ്ങൾ ഏതാണ്? പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അരീക്കോട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജബ്ബാർ ഹാജിയെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് പി.എസ്. സ്മിജിയാണ്. നേരത്തെ തന്നെ ജബ്ബാർ ഹാജിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. അവസാനം ആ ഒരു പേര് തന്നെയായിരുന്നു അവസാന ഘട്ടത്തിലും ഉയർന്നു കേട്ടിരുന്നത്. അത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് സ്മിജി അദ്ദേഹം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് ലീഗ് നേതാവുമായിരുന്ന എ.പി. ഉണ്ണികൃഷ്ണന്റെ മകളാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യം, പ്രത്യേകിച്ച് സ്വാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേക താല്പര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വെട്ടം ആലിക്കോയെ പാർലമെന്ററി പാർട്ടി ലീഡറായും കെ.ടി. അഷ്റഫിനെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഷീർ രണ്ടത്താണിയാണ് ട്രഷറർ. ഡെപ്യൂട്ടി ലീഡറായി യാസ്മിൻ അരിമ്രയെയും വിപ്പായി ഷെരീഫ് കുറ്റൂരിനെയും തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പി.കെ. അസ്ലവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഷാഹിന നിയാസിയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്.